അശാസ്ത്രീയമായ ഭക്ഷണ ക്രമീകരണത്തെ തുടർന്ന് 18-കാരി മരിച്ചു. കൂത്തുപറമ്പ് മെരുവമ്പായി സ്വദേശിയായ ശ്രീനന്ദയുടെ മരണത്തിന് കാരണം യൂട്യൂബിൽ കണ്ട അശാസ്ത്രീയമായ ഭക്ഷണ ക്രമീകരണ രീതി അനുകരിച്ചതാണെന്നാണ് സ്ഥിരീകരണമുണ്ടായത്. ഈ ന്യൂസ് കണ്ടങ്ങള് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനും ഇല്ലാതെ തോന്നിയ പോലെ പട്ടിണി കടന്നിട്ട് തീരുമാനമായതാണിത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും ഈ ഒരു ന്യൂസ് കണ്ടിട്ട് മാത്രമാണ് ഇത് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിക്കരുത് കേട്ടോ. എനിക്ക് അറിയുന്ന അടുത്തൊരു ഫാമിലിയിലുള്ള ഒരു കുട്ടിയുണ്ട്, എനിക്ക് പെൺകുട്ടി തന്നെയാണ്. അത് ഇതേപോലെ തന്നെ ബോഡി ഷെയ്മിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡയറ്റ് തുടങ്ങിയതാ. ഇപ്പം ഡയറ്റിന്റെ അവസ്ഥ എന്താ അറിയോ, ലാസ്റ്റത്തെ സ്റ്റേജിൽ ഇപ്പൊ മൂക്ക് കൂടെ വേണം എന്ത് കൊടുക്കാൻ, ആഹാരമൊക്കെ ജ്യൂസ് അടിച്ചു കൊടുക്കാൻ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏറ്റവും വലിയ കോമഡി എന്താ അറിയോ, ഒരു മാസം കൊണ്ട് അവളത് 10 കിലോനും അല്ലെങ്കിൽ 2 മാസം കൊണ്ട് ഇവളത് 8 കിലോനൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് വിശ്വസിച്ചിട്ട് ആ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാണ്. ഇത് ഇങ്ങനെ ചെയ്യണ സമയത്ത് ഉള്ളിലുള്ള വൻകുടലും ചെറുകുടലും ഇല്ലെങ്കിൽ ബാക്കിയുള്ള ആന്തരിക അവയവങ്ങൾ ഉണങ്ങിയിട്ടാണ് ഈ കുറയുന്നത്, ഇല്ലെങ്കിൽ എന്തോ കാര്യമായിട്ട് ബോഡിക്ക് ഒരു മാറ്റം വരുന്നതാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഇല്ല. ശ്രദ്ധിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താ അറിയോ, സ്ലിം ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ആ ഒരു പെൺകുട്ടി ഇത് ചെയ്തതെങ്കിലും ഇപ്പൊ ഞാൻ അതിനെ കാണുമ്പോ സ്ലിം ബോണ് മാത്രമേ ഉള്ളൂ, എല്ല് മാത്രമേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണെന്നറിയോ, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അപ്പൊ എല്ലാരും ഡയറ്റിന്റെ ഡോക്ടർമാരാ. കാരണം ഡീസലും പെട്രോളും നാരങ്ങ നീരും തമ്മിൽ രാവിലെ വെറും വയറ്റില്, രാത്രിയാണെന്നുണ്ടെങ്കിൽ തേനും പിന്നെന്താണ് ഡീസലും പെട്രോളും മണ്ണെണ്ണയും പാടെ കൂട്ടി കളിക്കിട്ട് ഈ വിധത്തിലുള്ള ഡയറ്റ് പ്ലാനുകളാണ് പോണത്. സോ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും അങ്ങോട്ട് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്കായി പോകും. സോ നിങ്ങളെ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ഇല്ലാത്ത ഏതെങ്കിലും ഫ്രണ്ട് ഡയറ്റ് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു, നമുക്ക് പോലെ ജീവനോടെ കാണാം കുറച്ചു കാലം കൂടി.